ബാക്ടീരിയ, വൈറസ് പോലുള്ള സൂക്ഷ്മജീവികൾ മുതൽ നീലത്തിമിംഗല, മാന പോലുള്ള വലിയ ജീവികൾ വരെയുള്ള ഭൂമി വ്യത്യസ്തവും ഡൈവേഴ്സുമാണ്. എന്നാൽ ഈ പറയുന്ന എല്ലാത്തരം ജീവികളും ഒരൊറ്റ ജീവിയിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യനടക്കം പല ജീവികളുടെ ഉള്ളിലും കോടിക്കണക്കിന് മറ്റു പല ജീവികളും ജീവിക്കുന്നു എന്നത് അതിനേക്കാൾ അതിശയകരമാണ്. എന്നാൽ ഈ ജീവികളെല്ലാം പരസ്പരം ഒത്തുചേർന്ന് ഒരൊറ്റ ജീവിയായാലും വളരെ സ്ട്രേഞ്ച് ആയിട്ടുണ്ടല്ലേ? എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വെൽക്കം ടു മോഷൻ ബുക്സ് ഇസ് ഇൻഫോർട്ടൻറ്റ്. എല്ലാ ജീവജാലങ്ങളുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. പക്ഷേ കോശങ്ങളുടെ ഘടന പല ജീവികളിലും വ്യത്യസ്തമാണ്. കോശങ്ങളുടെ ഘടന അനുസരിച്ച് ജീവികളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: പ്രോകാരിയോട്സ്, യൂകാരിയോട്സ്. പ്രോകാരിയോട്സിന്റെ കോശഘടന വളരെ സിമ്പിളാണ്. ഒരു റിംഗ് ഷേപ്പിലുള്ള DNA-യും അതിന് ചുറ്റുമുള്ള ഒരു സെൽ വോളും. പക്ഷേ യൂകാരിയോട്ട് സെല്ലുകൾ വളരെ കോംപ്ലക്സ് ആണ്. മനുഷ്യരുടെയും സസ്യങ്ങളുടെയും എല്ലാം കോശങ്ങൾ യൂകാരിയോട്ടിക് ആണ്. ന്യൂക്ലിയസിനുള്ളിൽ കവർ ചെയ്യപ്പെട്ട നിലയിലാണ് DNA. കൂടാതെ പലതരത്തിലുള്ള ഓർഗനലുകളും യൂകാരിയോട്ട് സെല്ലുകളിൽ കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇവയെല്ലാം പ്രോകാരിയോട്ടിക്കിൽ കാണുന്നില്ല. പക്ഷേ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രോകാരിയോട്ടിക്കിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള യൂകാരിയോട്ടിക്കിലേക്കുള്ള മാറ്റം എങ്ങനെയായിരുന്നിരിക്കാം? അത് വിശദമാക്കുന്ന സിദ്ധാന്തമാണ് എൻഡോസിംബിയോട്ടിക് തിയറി. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ സങ്കീർണമായ കോശങ്ങളുടെ പരിണാമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിൽ ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട തിയറിയും ഇതാണ്. ഭൂമിയിൽ ആദ്യകാലങ്ങളിൽ പ്രോകാരിയോട്ടിക് സെല്ലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവയിൽ പലതും കോശങ്ങളെ റാപ്പ് ചെയ്ത് മറ്റുള്ള സബ്സ്റ്റൻസ് എൻഗൾഫ് ചെയ്ത് അബ്സോർബ് ചെയ്യുന്ന രീതിയിലായിരുന്നു. ഇതിനിടയിൽ ഫോട്ടോസിന്തസിലൂടെ എനർജി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള സയനോ ബാക്ടീരിയകൾ ഉണ്ടായി. വലിയ കോശമുള്ള പ്രോകാരിയോട്സ് ഇത്തരത്തിലുള്ള സയനോ ബാക്ടീരിയ എൻഗൾഫ് ചെയ്യുകയും ആ ബാക്ടീരിയ അവയിലൂടെ ശരീരത്തിൽ തുടരുകയും ചെയ്തു. പിന്നീട് കാലക്രമത്തിൽ ഇവ മറ്റൊരു സ്വതന്ത്ര ജീവിയിൽ നിന്നും വ്യത്യസ്തമായി വലിയൊരു കോശത്തിന് ആവശ്യമായ ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി. ഇതുപോലെയാണ് ഇന്നത്തെ ചെടികളിൽ കാണുന്ന ക്ലോറോപ്ലാസ്റ്റിന്റെ ആദ്യ രൂപം. ഇതുപോലെ തന്നെ റിക്കറ്റ്സിയ ബാക്ടീരിയയോട് വളരെയധികം സാമ്യമുണ്ട് മൈറ്റോകോൺട്രിയയ്ക്ക്. ഇവയുടെ പിൻഗാമിയിൽ നിന്നായിരിക്കാം മൈറ്റോകോൺട്രിയ ഇവോൾവ് ചെയ്തത്. ഓക്സിജന്റെ സഹായത്താൽ ഷുഗർ വിഘടിപ്പിച്ച് അതിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന എയറോബിക് ആയിട്ടുള്ള ബാക്ടീരിയയാണ് റിക്കറ്റ്സിയ. ഇവയും വലിയ കോശങ്ങളുടെ ഉള്ളിൽപ്പെട്ട് പിന്നീട് എപ്പോഴോ കോശങ്ങൾക്ക് എനർജി നൽകുന്ന പവർ ഹൗസ് ആയി മാറിയതാകാം. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, പല ഘട്ടങ്ങളായി സമയമെടുത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ആദ്യം പ്രോകാരിയോട്ടിക് സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ് രൂപപ്പെടുന്നത് മുതൽ മറ്റ് പ്രോകാരിയോട്ടിക് സെല്ലുകളെ അബ്സോർബ് ചെയ്ത് യൂകാരിയോട്ടിക് ആയി മാറുന്നത് വരെ. ഇതിനുശേഷം സെക്കൻഡറി എൻഡോസിംബിയോസിസും നടന്നിട്ടുണ്ട്. അതായത് യൂകാരിയോട്ടിക് സെല്ലുകളെ വീണ്ടും എൻഗൾഫ് ചെയ്ത് അവ ഒരൊറ്റ കോശമായി മാറും. യൂഗ്ലിന, ഡാനോഫ്ലജലേറ്റ്സ്, ഹാപ്റ്റോഫൈറ്റ മുതലായ ആൽഗകളെല്ലാം ഇത്തരത്തിൽ മാറ്റം സംഭവിച്ചിട്ടുള്ളവയാണ്. പക്ഷെ ഇതെല്ലാം കേൾക്കുമ്പോൾ വെറുതെ ഒരു കഥ ഉണ്ടാക്കി പറയുന്നത് പോലെ തോന്നുന്നുണ്ടാവല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇതിനെല്ലാം വ്യക്തമായ തെളിവുകൾ തന്നെയുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ഘടനയിൽ സയനോ ബാക്ടീരിയ പോലെ തന്നെയാണ്. അതുപോലെ റിക്കറ്റ്സിയ മൈറ്റോകോൺട്രിയ പോലെ. മൈറ്റോകോൺട്രിയയ്ക്ക് സ്വയം പകർപ്പുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. സെല്ലുകൾക്ക് മൈറ്റോകോൺട്രിയ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ക്ലോറോപ്ലാസ്റ്റിലും ഇതിങ്ങനെ തന്നെയാണ്. മൈറ്റോകോൺട്രിയം ക്ലോറോപ്ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അവയുടെ പൂർവികരായ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയ്ക്കും ക്ലോറോപ്ലാസ്റ്റിനും പ്രത്യേകമായ DNA അവയ്ക്ക് ഉള്ളിൽ തന്നെയുണ്ട്. ഇത് അവയുടെ പൂർവികരായ ബാക്ടീരിയ ഉള്ളതുപോലെ റിംഗ് ഷേപ്പിൽ തന്നെയാണ്. ഇവിടെ ജീനുകൾ തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. പക്ഷെ തെളിവുകൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. മൈറ്റോകോൺട്രിയയ്ക്കും ക്ലോറോപ്ലാസ്റ്റിനും പുറത്തായി 2 മെംബ്രെയിനുകൾ ആവരണം ചെയ്തിട്ടുണ്ട്: ഇന്നർ വണ്ണും ഔട്ടർ വണ്ണും. ഇവ രണ്ടും വ്യത്യസ്തമായ ഘടനയിലുള്ളവയാണ്. അകത്തുള്ള മെംബ്രെയിനിൽ കാണുന്ന പല ലിപ്പിഡ്സും പ്രോട്ടീൻസും പുറത്തുള്ള മെംബ്രെയിനിൽ കാണുന്നില്ല. എന്നാൽ അകത്തുള്ള മെംബ്രെയിനുകളോട് വളരെയധികം സാമ്യമുണ്ട് അവയുടെ പൂർവികരായ ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിനുകൾക്ക്. പുറത്ത് കാണുന്ന മെംബ്രെയിനുകൾക്ക് വലിയ കോശങ്ങളുടെ, അതായത് ബാക്ടീരിയ എൻഗൾഫ് ചെയ്യുന്ന കോശങ്ങളുടെ മെംബ്രെയിനുകളോടാണ് കൂടുതൽ സാമ്യം. വലിയ കോശങ്ങൾ ചെറിയ കോശങ്ങളെ എൻഗൾഫ് ചെയ്തപ്പോൾ ചെറിയ കോശങ്ങൾ അവയുടെ മെംബ്രെയിൻ നിലനിർത്തുകയും വലിയ കോശങ്ങൾക്ക് ചുറ്റും മെംബ്രെയിന്റെ പുതിയൊരു ആവരണം നിർമ്മിക്കുകയും ചെയ്തു. ഇതുകൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചത്. യുഗ്ലിന പോലുള്ള ജീവികൾ ഇത്തരത്തിലുള്ള നിഗമനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നു. കാരണം ഇവയ്ക്കുള്ളിലെ ക്ലോറോപ്ലാസ്റ്റിന് 3 മെംബ്രെയിനുകളുണ്ട്. ഇവയുടെ പൂർവിക കോശത്തിന് 2 മെംബ്രെയിനാണ് ഉള്ളത്. ഇങ്ങനെയെല്ലാമാണ് വളരെ ലളിതമായ ഘടനയിൽ നിന്ന് സങ്കീർണമായ ഘടനയിലേക്ക് കോശങ്ങൾ പരിണമിക്കുന്നത്. ഇത് ബഹുകോശ ജീവികളുടെ പരിണാമത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പായിരുന്നു. നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ കുഞ്ഞൻ ജീവികളാണെന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണല്ലേ? ഇതുപോലെ രസകരമായ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.